ദേവദൂതൻ നാടകം. നാടകരചന ജോയ് പുതിയാപറമ്പിൽ. ശബ്ദം നൽകുന്നവർ: സുധി കല്യാശ്ശേരി, നലവടത്ത് ടി പവിത്രൻ, ചന്ദ്രാലയം നാരായണൻ, ജോയ് വെമ്പുവ, സെബാസ്റ്റ്യൻ പച്ചാണി, അശോകൻ കൊടോളിപ്രം, വി ചന്ദ്രബാബു, എ വി സരസ്വതി, കെ ആർ സിന്ധു. സംവിധാനം വി ചന്ദ്രബാബു. ദേവദൂതൻ. ஐயோ, இது என்ன அரசு? அவளே அப்பாத்துங்க பழனி ஆண்டவா, நான் என்ன பண்றது? இங்கே பார்த்தாலும் படுக்க. ஐயோ, முடியாது മുരുകാ, முடியாது. ഏയ് സ്വാമി, നിങ്ങളുടെ സീറ്റ് നമ്പർ എത്രയാ? 26. ഇങ്ങോട്ട് പോര്, എന്റെ തൊട്ടടുത്ത സീറ്റ് തന്നെയാ. ഇങ്ങോട്ട് വന്നോളൂ. ആവൂ കടവുളേ, താങ്ക് യു വെരി മച്ച് മിസ്റ്റർ സക്കറിയ, ജോൺ സക്കറിയ. താങ്ക് യു സക്കറിയ, ഐ ആം പെരുമാൾ. ആ ബാഗ് ഇങ്ങോട്ട് തരൂ. ഇവിടെ ഇരിക്കും. തിരുമുൽ ദേവാ, ഇതെന്നാ നെറുപ്പ് ക്ലൈമറ്റ്. ഡേയ്, ഇങ്ങേ വാങ്ങോ. മിസ്റ്റർ സക്കറിയ, കാപ്പി വേണമാ ചായ വേണമാ? താങ്ക്സ്, ഞാൻ ചായ കഴിച്ചതേ ഉള്ളൂ. അപ്പടിയേ സൊല്ലതാൻ തപ്പ്. ഡേയ്, ഏരട് ചായ ഉണ്ടടേ. എവള് കാശ്? 10 രൂപ. ആണ്ടവാ, ഇതെന്നാ കൊല? സ്വാമി, കൊടുത്തൊഴിവാക്കുന്നതാ നല്ലത്. ശരി, ഇതാ. അപ്പോ ഇത് യാറപ്പാ ഇങ്ങ തൂങ്ങിയിരിക്കുന്നത്? അത് ഹവിൽദാർ ജെയിംസ് സാബ്. സ്വപ്നങ്ങളൊക്കെയും ഉറങ്ങാനയച്ച് അതിർത്തിയിലെ മഞ്ഞുകൂടാരങ്ങളിൽ ഉറഞ്ഞു തീരുന്ന യുവത്വത്തിന്റെ പ്രതിരൂപം. മിസ്റ്റർ സക്കറിയ, യാത്രയുടെ വിരസത അകറ്റാൻ വേണ്ടിയാകുമല്ലേ ഈ ഭാവനാവിലാസങ്ങളൊക്കെ? കൂടെ തമിഴാളം വിളിക്കുന്നൊരു സ്വാമിയും. നിങ്ങൾ തൂങ്ങരുതില്ലായ സ്വാമി, ഇനിയും ഇങ്ങനെ തമിഴ് പറഞ്ഞാൽ ഞാൻ ഇതിനുള്ളിൽ തന്നെ തൂങ്ങേണ്ടി വരും. മിസ്റ്റർ സക്കറിയ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയി വരാം. ശരി. ആട്ടെ, ജോലി കിട്ടി നാട്ടിലേക്ക് ആദ്യമായിട്ട് പോവുകയായിരിക്കും അല്ലേ? അതെ, ഏറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ കയ്യിലെടുത്തുകൊണ്ട് നടന്ന എൻ്റെ കൊച്ചനുജത്തിയെ എനിക്കിന്ന് കണ്ടാൽ പോലും തിരിച്ചറിയാനാകില്ല. ഭ്രാന്ത് പിടിച്ചേക്കുമെന്ന അവസ്ഥയിൽ ഞാൻ നാടുവിട്ടതാണ്. എൻ്റെ അപ്പച്ചൻ ഇപ്പോൾ ശരിക്കും ഭ്രാന്തനാണ്. ചെയ്തു പോയ തെറ്റിന്റെ ഫലം അനുഭവിക്കുന്നു. പക്ഷേ അതിനൊപ്പം കുറെ നിരപരാധികളും തീ തിന്നേണ്ടി വരുന്നു. പാവം എൻ്റെ വല്യമ്മച്ചി. ഒന്നും അറിയാത്ത പ്രായത്തിൽ തന്നെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ലാളന അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോയ എൻ്റെ അനുജത്തി ആനിമോൾ. അവർക്കൊരാശ്വാസമായി കണ്ട ഞാൻ സ്വന്തം കാര്യം നോക്കി നാടുവിടുകയായിരുന്നെന്ന് അവർക്ക് തോന്നാം. കാലം എല്ലാ വേദനകൾക്കും ആശ്വാസം പകരുന്നു, അല്ലേ മിസ്റ്റർ സക്കറിയ? അല്ല, ജെയിംസിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ. മലയാളത്തിന്റെ തെക്കേയറ്റത്ത് പൂന്തുറക്കര എന്ന പച്ചത്തുരുത്ത്. പൂന്തുറക്കര കായലിന്റെ കുഞ്ഞോളങ്ങൾക്ക് കുറുകെ സൂര്യൻ വെള്ളിരേഖകൾ തീർക്കുന്ന മായ കാഴ്ചകളുടെ വിസ്മയപൂരം. അവിടെ ഒരു പഴയ വീടും അതിലെന്റെ വല്യമ്മച്ചിയും പിന്നെ കുറെ നിഷ്കളങ്കരായ പാവങ്ങളും. എന്റെ അമലോത്ഭവ മാതാവേ, ബോട്ടുകൾ അങ്ങനെ വരണുണ്ട് പോണുണ്ട്. എന്റെ ജെയിംസ് കുട്ടിയെ മാത്രം കാണണില്ലല്ലോ. എന്റെ പൊന്നും കൊടുത്ത് മിശിഹാ തമ്പുരാനെ, എന്റെ കുഞ്ഞിന് ആപത്തൊന്നും വരുത്താതെ കാത്തുകൊള്ളണേ. മുറുക്കാൻ ഇടിച്ചു കഴിഞ്ഞില്ലോയോടാ. ഈ ഒടുക്കത്തെ ഇടി ഇടിച്ച് എന്റെ ജന്മം ഗോപിയാകും. എന്തോന്നാടാ നീ പറഞ്ഞത്? അമ്മച്ചി കേട്ടത് എന്റെ നെഞ്ചിടിപ്പാണെന്ന് പറയുമായിരുന്നേ. ഇതാ തിന്നോ. എന്തോന്നാടാ ഇത്ര നെഞ്ചിടിക്കാൻ? ഇനി അതും വിസ്തരിക്കണം. മേസ്തിരിയോ? ഏത് മേസ്തിരി? അയ്യോ, മുതുകെന്ന് പറഞ്ഞാ കൊതുകെന്ന് കേക്കും. ഈ ഒരു കുറവല്ലാതെ വേറെ ഒരു കുറവും ഈ മുതുക്കിന് വെച്ച് കൊടുത്തില്ലല്ലോ കർത്താവേ. എടാ കോളാമ്പിങ് എടുക്ക്.
എടാ കൊച്ചാപ്പിയേ. ഓ കൊച്ചാപ്പി, എന്തിനാ ഈ കൊച്ചാപ്പിന്നാക്കിയത്? നാട്ടുകാർ വിളിക്കുന്ന മുഴുവൻ പേരും അങ്ങ് വിളിക്കരുതോ കോളാമ്പി കൊച്ചാപ്പിന്ന്? അതാടാ നിനക്ക് പറ്റിയ പേര്. അമ്മച്ചി, എന്റെ പൊന്നമ്മച്ചി, എന്റെ കൊച്ചാപ്പി എന്നുള്ള പേര് മാറ്റി ദിലീപ് എന്നാക്കിയ കാര്യം അമ്മച്ചി എന്തേ കൂടെ കൂടെ മറന്നു പോകുന്നത്? എന്റെ പേരെങ്കിലും ഒന്ന് മാറ്റിയിടാൻ എന്നെ അനുവദിക്കൂ. എന്താടാ പേര് മാറ്റണമെന്നോ? അപ്പൊ കോളാമ്പി കൊച്ചാപ്പി എന്നുള്ളത് കൊച്ചാപ്പി കോളാമ്പി എന്നാക്ക അല്ലയോ? അയ്യോ, പിന്നെയും വന്നു കോളാമ്പി. ഈ കോളാമ്പി ഞാൻ ഇന്ന് പൂന്തുറക്കായലിൽ കെട്ടിത്താത്തു. കെട്ടിത്താത്തൂന്നോ? എടാ കോളാമ്പി, നിന്റെ അപ്പൻ ചേന്നനും അവന്റെ അപ്പൂപ്പൻ മുത്തുപ്പട്ടറും കൂടെ വിചാരിച്ചാലും ഈ കുഞ്ഞറോദയുടെ ഒരു രോമം പോലും പിഴുതെടുക്കാനാവില്ല. ആരോടാ കളി? മാണിക്യമംഗലം കുഞ്ഞറോദയെ കാണോടാ നീ കിണ്ടി വാർക്കുന്നേ? ചതിച്ചല്ലോ കർത്താവേ. തള്ളയുടെ കൺട്രോൾ ബെൽറ്റ് പൊട്ടിന്നാ തോന്നണേ. ഇനി ഇവിടെ നിന്നാല് പുഴുത്ത് ചാകും. എന്താടാ മുഴുത്ത ചാക്ക് കെട്ടി നീ എന്നെ പൂന്തുറക്കായലിൽ കെട്ടിത്താത്തൂന്നോ? ദൈവമേ, ഇതെന്തൊരു വിധി! ഞാൻ എന്തു പറഞ്ഞാലും തള്ള ചതകുണോന്നാണല്ലോ കേൾക്കുന്നത്. എന്റെ കൈയും കാലും തരിച്ചിട്ട് വയ്യ. എടാ പോയി കുഴമ്പെടുത്തോണ്ട് വാ. കുഴമ്പല്ല, ഗോമൂത്രമാ തള്ളയുടെ വായിലേക്ക് ഒഴിക്കേണ്ടത്. എന്താടാ നീ ഇങ്ങനെ പുറുപുറുക്കണത്? അല്ല, അസനേലാദിയാണോ ചതകുപ്പച്ചൂർണമാണോ വേണ്ടതെന്ന് ചോദിക്കായിരുന്നു. അങ്ങനെ വഴിക്ക് വാ. നോക്കിയും കണ്ടും നിന്നാ നാക്കും ഞരമ്പും മെലിയൂല. ചാക്കും കുഴമ്പും ഓരോരോ വിഷമങ്ങളെ. ആ പോക്ക് കണ്ടില്ലേ? വെറും ഒരു മണ്ണനാ. ഇത്തിരി ഉള്ളപ്പോ എന്റെ കൈ കിട്ടിയതാ. ചേതനാകെയുള്ള ഒരു ആന്തരിയാ. ഇവൻ 6 മാസം പ്രായമുള്ളപ്പോ ഇവന്റെ അമ്മ പൂന്തുറക്കായലിന്റെ നടവരമ്പത്ത് നിന്ന് വീണു മരിച്ചതാ. പിന്നെ എന്റെ കൊച്ചുമോൻ ജെയിംസ് കുട്ടിയുടെ കൂടെ ഇവിടെയാ വളർന്നത്. ഇതാ കൈ നീട്ടിക്കോ, കുഴമ്പ് റെഡി. അമ്മച്ചി, അപ്പന്റെ കയ്യിൽ നിന്ന് എന്നെ ഏറ്റുവാങ്ങി ഇവിടെ കൊണ്ടുവന്ന് താലോലിച്ച ഈ കൈകളിൽ ഞാൻ എന്നാ ഒരു സമ്മാനം തരിക? അതൊരിക്കൽ നിന്നോട് ഞാൻ ചോദിക്കും. അയ്യോ, ഇനി ശരിയാവൂല. യാതൊരു വിവരമില്ലാത്ത മനുഷ്യനാ അപ്പനാ. ഇന്നലെ ഒരു സ്വപ്നം കണ്ടേ എമ്പ്രാട്ടി. എന്നാടാ ചേന്നാ ഒരു മാതിരി കെട്ടി ഞാന പോലെ നിൽക്കുന്നേ? ഏയ്, എമ്പ്രാട്ടിയുടെയും ചെറുക്കന്റെ സ്നേഹവും പൊരുത്തവും കണ്ട് നിന്ന് പോയതാ. ഇടയ്ക്ക് അവന്റെ അമ്മയെ ഒന്ന് ഓർമ്മിച്ചു പോയി. എന്നെ കണ്ടപ്പാടെ അവൻ പാഞ്ഞല്ലോ ചേന്നാ. അപ്പനും മോനും തമ്മിൽ എന്നാ ചേർച്ചയാ അല്ലയോ? അത് ഞങ്ങള് തമ്മിൽ ചേരൂല. ഓൻ വലിയ സിനിമാ നടൻ. അപ്പന്റെ തഞ്ചവന്ന് ഓന് പിടിക്കൂല. കഴിഞ്ഞ ആഴ്ച ഓൻ എന്നോട് പറയല് എന്റെ പേര് മാറ്റണമെന്ന്. ചേതൻ എന്ന പേരിന് പരിഷ്കാരം പോരാന്ന്. എന്നതാ എമ്പ്രാജി ഈ പരിഷ്കാരം എന്നൊക്കെ പറഞ്ഞാല്? ഇപ്പോഴത്തെ പിള്ളേരല്ലേ ചേന്നാ, അവർക്ക് സിനിമയെന്നും ടിവിന്നും ഒക്കെ കിട്ടണ ചോറാ ഇഷ്ടം. എന്നാ എന്നതിലും ആട്ടെ അല്ലേ എമ്പ്രാജി? പിന്നെ അല്ലാതെയോടാ. നീ ഈ തൂമ്പായെല്ലാം കൊണ്ട് എങ്ങോട്ടാ? പാക്കരം പണിക്കന്റെ അങ്ങോട്ടാ. യവന്മാരെയൊക്കെ ഒന്ന് കാച്ചി മുക്കണം. നേരെ എന്നായടാ? ഒരു 3-3:30. അടുത്ത ബോട്ടും കൂടി നോക്കണം. എന്നിട്ട് എനിക്കൊന്ന് കിടക്കണം. ബോട്ടില് ആരാ വരാനുള്ളത്? എടാ മണ്ട, നമ്മുടെ ജെയിംസ് കുട്ടിയെ. അവൻ ക്രിസ്മസിന് മുമ്പ് എപ്പോ വേണേലും വരാലോ. അതിനി ദിവസങ്ങളില്ലേ? അതുകൊണ്ട് എന്റെ ഉണ്ണിയെ ഒന്ന് കണ്ണു നിറച്ച് കണ്ടിട്ട് നാളെ എത്രയായി? അതെ അതെ, തെക്കമ്പാടം വരമ്പത്തൂടെ കൊച്ചമ്പ്രാന്റെ കയ്യും പിടിച്ച് മിതിരി മിതിരാന്ന് പറഞ്ഞു ഓടടാ ഓട്ടേ. അവൻ വളർന്ന് പഠിച്ചു വലിയ പട്ടാള ഓഫീസർ ആയത് കാണാനുള്ള ഭാഗ്യം
എന്റെ കൊച്ചു മറിയക്കില്ലാതെ പോയല്ലോ. എന്നാൽ എന്നാ അത് കാണാനുള്ള ഭാഗ്യം എബ്രാച്ചിക്ക് ദൈവം തന്നൂലോ. ആ, ഇന്നാപ്പിയും കൊച്ചുമറിയവും ജെയിംസ് കുട്ടിയെ കൊണ്ട് ഒത്തിരി സ്വപ്നം കണ്ടതാ. മൂന്നാമത്തെ പേരോടെ എല്ലാം തീർന്നില്ലേ? ഏനും എന്റെ ഏലിപ്പെണ്ണും പാടത്ത് നിന്ന് വന്നാല് കിണ്ണത്തിൽ വയറ് പൊട്ടണവരെ കഞ്ഞി തരും. ഏമ്പക്കം വിട്ടാലെ കൊണ്ടേ വിളമ്പൽ നിർത്തുള്ളൂ എന്റെ കൊച്ചമ്പ്രാട്ടി. പറഞ്ഞിട്ടെന്താ ചേന്ന, ഈ തറവാടിന്റെ കെടാവിളക്കാകേണ്ടതാ എന്റെ കൊച്ചുമറിയ. ഈ കിളവിയെ എവിടെ നിർത്തിയിട്ട് കൊച്ചുമറിയേയും കൊണ്ട് പോയില്ലേ കർത്താവ്? കർത്താവല്ല എമ്പ്രാച്ചി, എന്റെ കണ്ണ് പുഴുത്ത് കെട്ടാലും ആ കാഴ്ച മായൂല്ല എമ്പ്രാച്ചി. പേറ്റുനോവ് കൊണ്ട് പൊളയുന്ന കൊച്ചമ്പ്രാട്ടിയുടെ വയറ്റത്ത് കൊച്ചമ്പ്രാൻ ആഞ്ഞു ചവിട്ടും. ചേന്നാ, നീ ഇതെന്നോട് 1000 തവണ പറഞ്ഞിട്ടുള്ളതല്ലേ? നാട്ടുകാരെ കൂടെ അറിയിച്ചിട്ട് നീ എന്റെ ഉള്ള മനസമാധാനം കൂടി കെടുത്തുവാണോ? ഇല്ല എമ്പ്രാച്ചി, ഇല്ല. ഒരു നുള്ളു ചോറോളം ബുദ്ധിയെ ഈ ചേന്നന്റെ തലയിലുള്ളൂ. പക്ഷെങ്കില് ഈ ഇറയത്ത് വന്നു കേറുമ്പോ ഏനാഥം ഇല്ലാണ്ടാവുക. പുറം ലോകം അറിയാത്ത ഒരു വലിയ രഹസ്യം ഞാനും നീയും സൂക്ഷിക്കുക. തകർക്കോ ചേന ഈ മാണിക്യമംഗലം തറവാടിന്റെ ചുമരുകൾ. ഇല്ല എമ്പ്രാച്ചി, ചേന്നൻ ഓരോന്ന് ഓർത്തു പോയതാ. തലച്ചോറിന് പോലും ചങ്ങല പണിയുന്ന പെരുങ്കൊല്ല. എന്റെ അനുസരണം കിട്ടുന്ന ആവിനെന്തേ നീ ഒരു ചങ്ങല പണിയുന്നില്ല? അയ്യോ പറയടാ, എവിടെയാടാ എന്റെ മാണിക്കപ്പെട്ടി? പറയടാ. കേൾക്കുന്നില്ലേ നീ? വെണ്ടുകേറിയ 4 ചുവരുകൾക്കിടയിൽ ബുദ്ധിസ്ഥിരതയില്ലാതെ ഉറഞ്ഞു തീരുന്ന എന്റെ മകന്റെ ജന്മം. എമ്പ്രാച്ചി, ഒക്കെ ശരിയാകും. അകത്തേക്ക് ചെന്നാട്ടെ, ചെല്ല്. ഏനും വഴിക്കോട്ടൊന്ന് ഇറങ്ങുക. എന്റെ പൂന്തറപ്പള്ളി പുണ്യാളാ, ഇനി ഞാൻ എന്തിന് ജീവിക്കണം? എന്നെങ്കിലും ഒരിക്കൽ യുവമനസ്സുകളുടെ രോമാഞ്ചമായി തീരേണ്ട എന്റെ ഈ മൃദുല കരാങ്കുലികൾ കടിച്ചു ചവച്ചില്ലേ, ചതച്ചരച്ചില്ലേ? എന്നെ കണ്ടപ്പം അങ്ങേർക്ക് കഞ്ഞി വേണം. കൊടുത്തു ഒരു കോപ്പ കഞ്ഞി. പെട്ടെന്നല്ലേ സൂര്യൻ തലേ കയറി പണി തുടങ്ങിയത്. ആ സമയത്താണോടാ കഞ്ഞിന്നും പറഞ്ഞല്ലേ എന്നെ പിടിച്ചിട്ട് അലക്കിയത്. ദിലീപേട്ടൻ ഷൂട്ടിങ്ങിന്റെ തിരക്കിലാണെന്ന് തോന്നുന്നു. അതെ, ആനിമോള് കോളേജിൽ നിന്ന് വരുവാ അല്ലേ? എവിടെ കാവ്യമാധവൻ? അത് ഇവിടെ തന്നെയുണ്ടല്ലോ. എവിടെ? ഇവിടെ, എന്റെ മുൻപിൽ. ഹയ്യടാ, കോളാമ്പിയുടെ ആശ കൊള്ളാം. ആശിക്കേണ്ടതില്ല അല്ലേ ആനി? വേണ്ടി വരില്ലല്ലോ കോളാമ്പിയേട്ടാ. ഇവൾ പൂതനയാ, പൂതന. എമ്പ്രാച്ചേ, എമ്പ്രാച്ചി, ആരുമില്ല ഇവിടെ. വരുന്നു ചേന. എമ്പ്രാച്ചി വിളിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നതാ എമ്പ്രാച്ചി? നമ്മുടെ സ്വത്ത് വകയെല്ലാം നശിച്ച് ഇപ്പോൾ ഏത് ഗതിയിലാന്ന് നിനക്കറിയാലോ. ആനിമോൾക്ക് വേണ്ടിയാ എന്റെ ജെയിംസ് കുട്ടി ആ മഞ്ഞു മലയെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇതൊക്കെ ഏനും അറിയൂലേ എമ്പ്രാച്ചി? ചേന, നമ്മുടെ ഇന്നാപ്പി നല്ല കാലത്ത് കേസ് പറഞ്ഞു കളഞ്ഞ സ്വത്തിന്റെ അവസാനത്തെ പങ്കാ ഇനി ബാക്കിയുള്ളത്. ഇനിയും അവനെ മരുന്നുകൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ചങ്ങല അഴിച്ച അവൻ പെര കത്തിക്കും. ഇപ്പോൾ കൂടുതലാ. ഏന്ന് തോന്നണത് ഒരു നല്ല മന്ത്രവാദിയെ കൊണ്ടുവന്നു പൂജകർമ്മങ്ങൾ ഒക്കെ നടത്തിയാല് കൊച്ചമ്പ്രാൻ രക്ഷപ്പെടുന്ന. അത് തന്നെയാ എന്റെ മനസ്സിനും തോന്നിയത്. അനേകം തലമുറകൾക്ക് മുമ്പ് നാഗമാണിക്യത്തിന്റെ സേവയുണ്ടായിരുന്ന തറവാടാ ഇത്. കേട്ടേക്കണ്. ഇപ്പം എല്ലാം മുടങ്ങിയില്ലേ? അതിന്റെയൊക്കെ ഫലമാകും
ഇപ്പോ അനുഭവിക്കണത്. സേവ മുടങ്ങിയ തറവാട് മുടിയുമെന്ന് കാരണവന്മാര് പറയും. എമ്പ്രാച്ചി, നമുക്ക് ഇതൊന്നു നോക്കിയാലോ? വലിയ ചെലവൊക്കെ വരുവോ ചേന? ചെറിയ ഒരു പൂജയും ഹോമവും അത്രയൊക്കെ വേണ്ടി വരുന്ന എന്ന് തോന്നണത്. നാട്ടുകാരും പള്ളിക്കാരും അറിഞ്ഞാ പിന്നെ പുകിലാകും. എടുത്തൂട്ട് കർമ്മങ്ങള് പാപമാണെന്നാ ധ്യാനക്കാര് പറഞ്ഞു നടക്കണത്. ഞാനും 5-6 ധ്യാനമൊക്കെ കൂടിയതാ. അരയിലെ ഏല സഴിക്കാൻ പറയുമ്പോ ഞാനിങ്ങ് പോരും. എനിക്ക് 3.5 വയസ്സുള്ളപ്പോ അപ്പം കെട്ടിച്ചു തന്നതാ. 3 എണ്ണം ഉണ്ടേ. ചുമ്മാതാണോ? പ്രായം പോലും എമ്പ്രാറ്റിയുടെ അടുത്ത് അടുക്കാത്തത്. നീ ആരെയാന്ന് വെച്ചാ ചെന്ന് കാണ്. നെടുങ്കുറിശി മംഗലത്തെ ആശ്രമത്തില് പുതിയൊരു സിദ്ധം വന്നിട്ടുണ്ടെന്ന് കേട്ടേക്കണ്. ആഭിചാരക്കാരനാ. നമുക്ക് കൊച്ചാപ്പീനെ ഒന്ന് അങ്ങോട്ട് അയച്ചാലോ? അധികം ആരും അറിയണ്ട കേട്ടോ. ഇവിടെ ഒരുത്തിയുള്ളത് ഇതറിഞ്ഞാ പെര കമത്തു. ഉവ്വ് കൊച്ചാപ്പിയെ ഇപ്പൊ തന്നെ പറഞ്ഞു വിടാം. പോണ്. വല്യമ്മച്ചി, എവിടെ പോകുന്ന കാര്യമാ പറഞ്ഞത്? പാതാളത്തിലോട്ട്. ഓ, വെറുതെ കൊതിപ്പിക്കാതെ വല്യമ്മച്ചി. അപ്പോ ഞാൻ ചത്ത് കെട്ടുപോകുന്നത് നോക്കി കാത്തിരിക്കാ നീ? പൊയ്ക്കോ എന്റെ മുമ്പിന്ന്. എനിക്ക് കാണണ്ട നിന്നെ. ദേ വല്യമ്മച്ചി, കർത്താവിന് ഓർമ്മത്തെറ്റ് സംഭവിച്ചു എന്ന് കരുതി അഹങ്കരിക്കല്ലേ? അതേടി, അതെ. കർത്താവ് എന്നെ മറന്നത് തന്നെയാ. ഇല്ലെങ്കി എന്റെ പ്രായത്തിലുള്ള എത്ര പേരിപ്പോ സ്വർഗത്തിലിരിക്കുന്നു. ഞാൻ മാത്രം ഈ നശിച്ച നരകത്തിലും. ഒരു ദിവസം കർത്താവ് വിളിക്കും, മോളെ കുഞ്ഞുറോസേ വരൂ, നിനക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്ന പർദീസയിലേക്ക് വരൂ, വരൂ മകളെ. കളിയാക്കിക്കോടി, കളിയാക്കിക്കോ. എടി കുഞ്ഞുറോസേ, നീ ഇങ്ങനെ സെന്റിമെന്റൽ ആകാതെടി. എനിക്ക് നീ അല്ലാതെ ആരാടിയുള്ളത്? അയ്യോ, അറിയത്തെ പടിതട്ടി വീണതാ. അയ്യോ, ഇത് നമ്മുടെ കോളാമ്പിയല്ലേ? വെല്ലുമിച്ചി, നമ്മുടെ കോളാമ്പി ദിലീപായതാ. ആണോടാ? കൊച്ചാപ്പി ആണോടാ? ആഹാ, ആളെ പേടിപ്പിക്കാൻ നടക്കണ്. അവന്റെ തലക്കിട്ടൊന്ന് കൊടുക്കടി. അയ്യോ, കണ്ണോ പോയി. തലകൂടി പോയാൽ എന്റെ സിനിമാ ഭാവി തകർന്ന് വേൾഡ് സെന്റർ ആകും. കണ്ണിന് എന്നാ പറ്റിന്നാ പറഞ്ഞത്? എന്താന്നറിയില്ല. കുടിയിന്നിറങ്ങിയപ്പോ മുതൽ കണ്ണിനകത്താകെ ഒരു ഇരുട്ട്. വളരെ കഷ്ടപ്പെട്ടാ ഞാനിവിടെ എത്തിയത്. അപ്പോ ആ പടിയെ തട്ടി തളാങ്ക് തരികിടുന്നോ. കണ്ണിന്റെ കാഴ്ച ഞാൻ ശരിയാക്കി തന്നാലോ? ആരായാലും കുഴപ്പമില്ല. എങ്കിൽ കണ്ണിറുക്കി അടയ്ക്കൂ. കാഴ്ച നഷ്ടപ്പെട്ടവന് കണ്ണിറുക്കിയാലെന്നാ നുറുക്കിയാലെന്നാ? ഇറുക്കി അടയ്ക്കേ. ശരി, ഇറുക്കി. ഇനി തുറന്നോളൂ. ഞാൻ തുറക്കും. ദാ തുറന്നു. ഹായ്, താങ്ക് യു ആനി. താങ്ക് യു അമ്മച്ചി. ഇതെവിടുന്ന് കിട്ടിയടാ ഈ പൂത കണ്ണാടി? അപ്പന് പണ്ട് തിമിരം വന്നപ്പോ സർക്കാർ ആശുപത്രിയിൽ നിന്ന് കൊടുത്തതാ. നെടുങ്കുറിശി മംഗലത്തേക്ക് പോണെന്ന് അപ്പം പറഞ്ഞു. ഒരു ദിലീപ് ലുക്ക് ഇരിക്കട്ടെ എന്ന് കരുതി ഇവനെ ഫിറ്റ് ചെയ്തതാ. അത് പുലിവാലായി. ഓരോരോ വിഷമങ്ങളെ. കൊച്ചാപ്പി, ചേനൻ വിശദമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ? ഉവ്വ്, ഞാൻ പോന്നു. എന്റെ കണ്ണട തരൂ. എന്തിനാ? ഇനിയും മലക്കം അറിയാനാ? ഛേയ് അമ്മച്ചി, ഗുഡ് ബൈ. അനി പോണ്. എന്തൊക്കെ ഒപ്പിച്ചോണ്ട് വരുവോ ആവോ. കൊച്ചാപ്പിയെ എന്തിനാ അമ്മച്ചി നെടുങ്കുറിശി മംഗലത്തേക്ക് അയച്ചത്? അത് പിന്നെ മോക്കടെ അപ്പച്ചന് ഇനി ഇംഗ്ലീഷ് ചികിത്സ കൊണ്ട് ഒരു കാര്യമില്ല. ഒരു വൈദ്യരെ കാണാനാ. വല്യമ്മച്ചി, സത്യത്തിൽ അപ്പച്ചൻ രോഗിയാണോ? ആഴ്ചയിൽ ഒരു പ്രാവശ്യമല്ലേ എനിക്ക് അപ്പച്ചനെ കാണാൻ അനുവാദമുള്ളൂ. എന്നെ കാണുമ്പോഴുള്ള അപ്പച്ചന്റെ സന്തോഷം, ഒരു ദിവസമെങ്കിലും പുറത്തെ കാറ്റും വെളിച്ചവും ഒന്നറിയാൻ അപ്പച്ചൻ എത്ര കൊതിയുണ്ടാവും. വേണ്ട മോളെ, വേണ്ട. അവന്റെ മനസ്സ് ഒരു ഇരുമ്പ് കൂടം പോലെയാ. കൈവിട്ടാൽ അവൻ ഇടിച്ചു തരിശാക്കും ഇവിടൊക്കെ. എന്തൊക്കെ കഥകളാണെന്നോ നാട്ടിലുടനീളം പ്രചരിച്ചിട്ടുള്ളത്. മനസാക്ഷിയെ നടുക്കുന്ന കഥകൾ ഉറങ്ങുന്ന ഈ മേൽക്കൂരിക്ക് താഴെ ഒരു രാത്രി പോലും ഉറങ്ങാൻ ഇടയാകരുതേ എന്ന പ്രാർത്ഥനയോടെയാണത്രേ ജെയിംസ് അച്ചായൻ ഇറങ്ങിപ്പോയത്. അപ്പോ എന്റെ ജെയിംസ് കുട്ടി ഇനി ഒരിക്കലും വരില്ലെന്നാണോ പറയുന്നത്?
ഇല്ല വല്യമ്മച്ചി, വരും. ഇച്ചായന് വരാതിരിക്കാൻ കഴിയുമോ? നമുക്ക് വേറെ ആരുമില്ലെന്ന് ഇച്ചായൻ അറിയാലോ. വരും, ക്രിസ്തുമസിന് എന്തായാലും വരും. മോളെ, അപ്പച്ചനെ ഈ ഉമ്മറത്തെത്തിക്കണമെങ്കിൽ മോള് കൂടെ മനസ്സ് വെക്കണം. വളരെ രഹസ്യമായിട്ട് വേണം ചികിത്സ നടത്താൻ. എന്റെ അപ്പച്ചന് വേണ്ടി അമ്മച്ചി പറയുന്നത് എന്ത് ഞാൻ ചെയ്യും. എങ്കിൽ എന്റെ മക്കള് മുഖം കഴുകിയിട്ട് പോയിരുന്ന് പഠിക്കേ ചെല്ലേ. ജെയിംസ് കുട്ടി എങ്ങാനും ആണോ മോളെ? ആരോ ഒരാൾ നമ്മുടെ വഞ്ചിയിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. മോളെ, പെരക്കകവും തിണ്ണയും ഒക്കെ ഒന്ന് ശേലാക്കിക്കേ. എന്റെ പൊന്നു വല്യമ്മച്ചി, ആരാ വരുന്നേന്ന് പോലും നമുക്കറിയില്ല. അതിനു മുമ്പ് ഈ നെഞ്ചും കൂടി ഇടിച്ച് കലക്കലേ എന്റെ കുഞ്ഞു റോസേ. അതവൻ തന്നെയാ, കണ്ടില്ലേ? ആ ബാഗും തോളിൽ തൂക്കി തലയെടുത്ത് പിടിച്ചുള്ള വരവ്. എന്റെ പൊന്നു മോനെ ജെയിംസ് കുട്ടി, നീ വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. അമ്മേ, ഇത് ഞാൻ. അപ്പൊ വല്യമ്മച്ചി എന്നുള്ള വിളി നീ മറന്നു അല്ലേ? വല്യമ്മച്ചി, ഇത് ഇച്ചായനല്ല. ആരാ? ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ ജെയിംസിന്റെ സുഹൃത്താ. പേര് ഗോപികൃഷ്ണൻ. എന്തേ ഇച്ചായം വരാഞ്ഞത്? അതെ, ജെയിംസിന് പ്രതീക്ഷിച്ച പോലെ ലീവ് കിട്ടിയില്ല. ഡൽഹി റെജിമെന്റിലേക്ക് പ്രൊമോഷനോട് കൂടിയുള്ള പോസ്റ്റിംഗ് ആയതുകൊണ്ട് ഇനിയും അല്പം വൈകും. ഞങ്ങൾ രണ്ടാളും അടുത്ത കൂട്ടുകാരാ. ജെയിംസ് എപ്പോഴും പറയും, ഒരിടത്തൊരിടത്തൊരു കുഞ്ഞാറ്റക്കിളി കൂടുണ്ടെന്നും അവിടെ ഒരു വല്യമ്മച്ചി കിളിയുണ്ടെന്നും ഒരു കുറുമ്പത്തി കുഞ്ഞരിപ്രാവുണ്ടെന്നും. അവൻ എന്തൊക്കെ പറഞ്ഞു വിട്ടോ? നിങ്ങളോടൊപ്പം കുറച്ചു ദിവസം ഇവിടെ താമസിക്കണം. വല്യമ്മച്ചി പറയുന്ന കഥകളൊക്കെ മൂളി മൂളി കേട്ടില്ലെങ്കിൽ വല്യമ്മച്ചിക്ക് ശുണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. എന്റെ കുഞ്ഞിന് വല്യമ്മച്ചി ഇത് പറഞ്ഞാൽ അത്രക്ക് ഇഷ്ടാണേ. സാറിന്റെ വീട് എവിടാ? എന്റെ വീട്, എനിക്ക് ഒരു വീടൊക്കെ ഉണ്ടായി വരണം. സർവീസ് പൂർത്തിയായിട്ട് വേണം അതേക്കുറിച്ചൊക്കെ ആലോചിക്കാൻ. അപ്പോ സാറിന് വേറെ ആരും ഇല്ലേ? ആരുമില്ല. വിശദമായി എല്ലാം നാളെ പറയാം. ഇന്ന് എനിക്കൊന്ന് കുളിച്ച് ഉറങ്ങണം. അക്കരെ ഞാനൊരു റൂം എടുത്തിട്ടുണ്ട്. സാർ ഇപ്പൊ തന്നെ പോകുവാ? അല്ല, ഞാൻ നാളെ വരാം. വേണ്ട വേണ്ട, സാറിപ്പ അങ്ങനെ പോകുന്നില്ല. എന്റെ മോനെ പോലെയാ സാറ്. ഇവിടെ ധാരാളം മുറികളുണ്ടല്ലോ, ഇവിടെ താമസിച്ചാ മതി. അപ്പോഴേ മോനെ പോലെയെന്നല്ലേ പറഞ്ഞത്? എങ്കിലേ ഈ സാറേ വിളി ഒന്ന് നിർത്തണം, രണ്ടാളും. പിന്നെ എങ്ങനെയാ ഞങ്ങള് വിളിക്കുക? എന്റെ അമ്മ എന്നെ വിളിച്ചിരുന്നത് ഗോപിക്കുട്ടനെന്നാ. എന്നെ അങ്ങനെ വിളിച്ചൂടെ? ശരി ശരി ഗോപിക്കുട്ട സാറേ. എന്റെ ബാഗെല്ലാം ഞാൻ റൂമിൽ വെച്ചിട്ടാ പോകുന്നത്. അത് നമുക്ക് കൊച്ചാപ്പിയെ വിട്ടെടുപ്പിക്കാന്നേ. ആരാ ഈ കൊച്ചാപ്പി? അവനാ ഇവിടുത്തെ എല്ലാം. ഇച്ചായനില്ലാത്ത കുറവ് നികത്തുന്നയാളാ, നല്ല രസിക്കനാ. അവനൊരാവശ്യത്തിന് നെടുങ്കുറിശി മംഗലം വരെ പോയിരിക്കുക. 4 മണിക്കുള്ള ബോട്ടിനിങ് എത്തും. സാരമില്ല, ഞാൻ റൂമിലുണ്ടാവും. അങ്ങോട്ട് പറഞ്ഞയച്ചാ മതി. ആനി, ഞാൻ പോയി വരാം. ചായ കുടിച്ചിട്ട് പോകാം. ദിവസങ്ങൾ ഇനിയും അങ്ങനെ കിടക്കല്ലേ. ചായയും ചോറും ഒക്കെ കൊതി തീരുന്നവരെ കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ആരാ വല്യമ്മച്ചി? അത് കൊച്ചാപ്പിയുടെ അപ്പനാ, ചേന്നൻ. ഓഹോ, ഹലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നിട്ട് ബാക്കി എനിക്ക് അറിഞ്ഞൂടാ. ആനി ഇങ്ങനെ കഥ പറയുന്നത് കേൾക്കാൻ എന്ത് രസാണെന്നറിയോ? ജെയിംസ് എപ്പോഴും പറയും, ആനിയുടെ പാട്ട്, ആനിയുടെ ഡാൻസ്, മൊത്തം അങ്ങോട്ട് ആനി മയമാ. ഒരിക്കൽ നമുക്കിവിടെ വരാമെന്നും ഈ നാടിന്റെ സ്നേഹം ആവോളം നുകരാമെന്നും ഒക്കെ പറയുമ്പോ എന്താന്നറിയില്ല, പെട്ടെന്ന് അവൻ വിഷയം മാറ്റും. അക്കരെ പാടത്തെ വരമ്പുകളിൽ ഇച്ചായന്റെയും എന്റെയും കാലിന്റെ അടയാളം ഇപ്പോഴും മായാതെ കിടപ്പുണ്ടെന്ന് ചേന്നൻ പറയും. നിങ്ങളോടൊക്കെ എനിക്ക് അസൂയ തോന്നുന്നത്. സ്വപ്നം കാണാനും താലോലിക്കാനും 100 ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു സുന്ദര സമുച്ചയമല്ലേ ഈ ഗ്രാമം. ഗോപിയേട്ടൻ ആരുമില്ലെന്ന് പറഞ്ഞത് നേരാ? ആര് പറഞ്ഞു?
ഇപ്പോഴെനിക്ക് എല്ലാവരും ഉണ്ടല്ലോ. വല്യമ്മച്ചി, പിന്നെ കിന്നരി തൂവൽ കൊണ്ട് സ്നേഹത്തെ ഒളിപ്പിച്ച് കൂടെ നടക്കാൻ ഒരു വെള്ളരിപ്രാവ്. കൊച്ചാപ്പി വരുന്നുണ്ട്, ഞാൻ പോകുവാ. ഇവനാള് കൊള്ളാമല്ലോ. ആഹാ, ഈ ചുറ്റിക്കളി ഇവിടെ പറ്റില്ല. ചോദിച്ചിട്ട് തന്നെ കാര്യം. ആരാ ഇയാളാരാ? ഞാൻ ദിലീപ്. ഞാൻ കരുതി കൊച്ചാപ്പിയാണെന്ന്. ഓ, എവിടുന്നാ വരുന്നേ? വാദ്യക്കാരൻ വെളിച്ചപ്പാടായോ? കൊള്ളാലോ. ദിലീപ് എന്താ ചെയ്യുന്നത്? ദിലീപ് എന്തെങ്കിലും ചെയ്യട്ടെ. ഈ വീട്ടിൽ നിങ്ങൾക്ക് എന്താ കാര്യം? ഞാൻ ജെയിംസിന്റെ ഫ്രണ്ടാ. ഓ, ഞാൻ കരുതി ബാക്കാണെന്ന്. ആ, ലീവിന് വന്നപ്പോ ഇതിലേ ഒന്ന് കയറി എന്ന് മാത്രം. നന്നായി. എന്നാ മടക്കം? എന്താ തിരക്ക്? ചോദിച്ചെന്ന് മാത്രം. എന്തായാലും ഒരു സിനിമാ താരത്തിന്റെ ലുക്കുണ്ട്. തോന്നിയോ? അപ്പൊ വിവരമുണ്ട്. സമീപ ഭാവിയിൽ ഞാൻ അറിയപ്പെടുന്ന ഒരു നടനാകും. ആ, എല്ലാ ആശംസകളും നേരുന്നു. താങ്ക്സ്. എന്നാ മടക്കം? മടങ്ങുന്നില്ല, ഇവിടെ തന്നെ കൂടാനാ തീരുമാനം. വെരി വെരി താങ്ക്സ്. ഇനി സത്യം പറയാലോ, ഞാൻ കൊച്ചാപ്പിയാ. ഓരോരോ വിഷമങ്ങളെ. ഞാൻ അറിഞ്ഞിരുന്നു ഇങ്ങനെ ഒരാളെക്കുറിച്ച്. കേട്ടപ്പോ ഒരു ഇഷ്ടം തോന്നി. അതിരിക്കട്ടെ, കൊച്ചാപ്പി നെടുങ്കുറിശി മംഗലത്തേക്ക് പോയ കാര്യം എന്തായി? അത് പറഞ്ഞ ഞെട്ടും. അത് വൈദ്യരൊന്നുമല്ല, മന്ത്രവാദിയാ. ഭീകര മന്ത്രവാദി. എന്തിനാ അയാൾ ഇങ്ങോട്ട് വരുന്നത്? കാലദോഷം മാറ്റാൻ. കാലദോഷമോ? അതെന്താ സാധനം? അത് ഇവിടുത്തെ അമ്മച്ചിക്കും എൻ്റെ അപ്പനും മാത്രമേ അറിയൂ. പിന്നെ എനിക്ക് അറിയാവുന്നത് പറയാം. ഇവിടുത്തെ ചെറിയമ്പ്രാനെ ചങ്ങലക്കിട്ടിരിക്കുക. മുഴുത്ത ഭ്രാന്ത. അങ്ങേരെ ചികിത്സിക്കാൻ കൂടെയാ. ഞാൻ പറഞ്ഞതായിട്ട് പറയല്ലേ. അതും ഞാൻ അറിഞ്ഞതാ കൊച്ചാപ്പി. പക്ഷേ വൈദ്യശാസ്ത്രവും മറ്റും ഇത്രയേറെ പുരോഗമിച്ച് ഈ നൂറ്റാണ്ടിലും ഈ പ്രാകൃത സംസ്കാരത്തിന്റെ പിറകെ പോകുന്നത് എന്തുകൊണ്ടാണെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. പഴയ ആളുകളല്ലേ അമ്മച്ചിയും പിന്നെ അപ്പനും. ഈ നാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. അപ്പോ ആനിയും ഇതിനൊക്കെ സമ്മതാണോ? പാവം, നാട്ടുവൈദ്യമാണെന്നാ അതിനോട് പറഞ്ഞേക്കണത്. ആ മന്ത്രവാദി ആളെങ്ങനെയാ? മണികണ്ഠ പെരുമാൾ. പേര് പോലെ ഭീകരൻ. കണ്ടപാടെ ഒരൊറ്റ ചോദ്യം, എവിടുന്നാ? മാണിക്യമംഗലെന്ന് കേട്ടതും പുരികമൊന്ന് ഞെളിഞ്ഞു കുത്തി. എല്ലാം നാം അറിഞ്ഞിരിക്കുന്നു. സമയമാകുമ്പോൾ നാം അവിടെ എത്തും. പോയിക്കൊള്ളുക. ഞാൻ ഇങ്ങു പോന്നു. എന്തായാലും അയാൾ വരട്ടെ അല്ലേ കൊച്ചാപ്പി? ആ, ആരെയൊക്കെ കുരുതി കഴിക്കുവോ ആവോ. എന്തായാലും ഞാൻ മദ്രാസിന് വണ്ടി കയറാൻ തീരുമാനിച്ചു. അതാ നല്ലത്. അല്ലെങ്കിൽ തന്നെ മുറുക്കാനിടിച്ചും കാല് തിരുമിയും ഒരു യുവത്വം പാഴാക്കുന്നതിൽ എന്തർത്ഥമാ ഉള്ളത്? സാറേ, ആളുകൾ എന്നെ കോളാമ്പിന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നാറുണ്ട്. കാരണം ഇവിടുത്തെ അമ്മച്ചിയുടെ കോളാമ്പി ആകാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമാണ്. അമ്മ പെറ്റിട്ട് 6-ാം മാസം പോയതാ. ആ ചോരക്കുഞ്ഞിന് സ്നേഹവും ലാളനയും നൽകി കൊച്ചാപ്പിയാക്കി മാറ്റിയത് അമ്മച്ചിയാ. ആ മാതൃത്വത്തോട് നന്ദികേട് കാട്ടാൻ വയ്യാത്തത് കൊണ്ടാ. കൊച്ചാപ്പി, എല്ലാം നേരെയാക്കാടോ. വാ, നമുക്കൊന്ന് പുറത്തിറങ്ങി നടക്കാം. ആഹാ, ആരാ പാടുന്നത്? ഓ, അപ്പം വരുന്നതാ. ഇനി ഈ കരയിൽ ആർക്കും നിൽക്കണ്ട. കലാഭവൻ മണിയാണെന്ന വിചാരം. ഞാൻ ചേന്നനെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു. കുമാരാ, നീ ചിറയിലോട്ട് പോക്കോ, ഞാൻ വരുന്നുണ്ട്. ചേന്ന, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? സത്യം വിട്ടിട്ട് ഈ ചേന്നൻ ഒന്നും പറയൂല സാറേ. നിങ്ങളുടെ കൊച്ചമ്പ്രാനുണ്ടല്ലോ, ആനിയുടെ അപ്പച്ചൻ. തലക്ക് സുഖമില്ലാതെ പൂട്ടിയിട്ടേക്കുവാ. ആ, അദ്ദേഹത്തിന് സുഖമില്ലാതായിട്ട് എത്ര കാലമായി? വർഷം കൃത്യമായി പറയാൻ ഏന് ഓർമ്മയില്ല. പൂന്തുറ അക്കരെ ഒരച്ഛനുണ്ടായിരുന്നു. അങ്ങേര് ഒരു പെണ്ണിനെ കൊന്നൊന്നും പറഞ്ഞ് എന്തൊക്കെയോ പുകിലുണ്ടായ കാലമാണ്. കോടതി അച്ഛനെ ശിക്ഷിച്ചു എന്നറിഞ്ഞപ്പോ മുതല് കൊച്ചമ്പ്രാന് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതാ. മിണ്ടാട്ടമില്ല, പുറത്തിറക്കമില്ല. എല്ലാത്തിനും കാരണം അവനാ, ആ മണി. മണി?
ആരാത്? പള്ളിയിലെ കുഴിവെട്ടുകാരനായിരുന്നു മണി. കൊച്ചമ്പ്രാന് ശിങ്കിടി പാടി നടന്നവൻ. ഓൻ കൈവിഷം കൊടുത്ത് കൊച്ചമ്പ്രാന്റെ സ്വത്തെല്ലാം തട്ടിയെടുത്ത് നാട് വിട്ട്. അതോടെ കൊച്ചമ്പ്രാൻ മുഴുത്ത പ്രാന്തനുമായി. എന്റെ മാനിക്കപ്പെട്ടി എവിടെയാണെന്ന് പറയടാ, പറയാൻ. എടാ, എന്റെ പെട്ടി എവിടെയാടാ? ചതുർഗുണശാസ്ത്രി, അടിയൻ ചുവരുകൾ ശ്രദ്ധിക്കൂ. ശ്രദ്ധിച്ചു നിൻ തിരുവടി. ആജ്ഞാപിച്ചാലും. നമുക്കെതിരായിട്ടൊന്നും ഇവിടെ വേണ്ട. കൽപ്പന പോലെ. അകത്തുള്ളവർക്ക് പ്രത്യക്ഷപ്പെടാമെന്നറിയിച്ചുകൊള്ളൂ. ഉത്തരവ്. വന്നോളൂ, എല്ലാവരും ഇങ്ങോട്ട് വന്നോളൂ. പുംപും ഭീകാരം ഭൈരവും ക്ഷിപ്രകവും കാളി സഖാസൂചിരും. അമ്മച്ചിയുടെ സങ്കടങ്ങൾ തീരാൻ പോകുന്നൂന്ന്. മക്ഷികാവൃണമിച്ചന്തി ധനമിച്ചന്തി പാർത്ഥിപതീജാക്കലമിച്ചന്തി സന്ധിമിച്ചന്തി പണ്ഡിത. ഓം സ്വാഹ സ്വാഹ സ്വാഹ. 15 ദിവസം നീണ്ട പൂജാതി കർമ്മങ്ങൾ വേണോന്ന്. ഓം പറയുന്നതെല്ലാം അനുസരിച്ച് കൂടെ ഉണ്ടാവണോന്ന്. ക്ഷിപ്രകോപം പെരുന്തലും പെരുന്തണ്ടം കുട്ടിച്ചാത്തൻ. ഓം കാളി ഭക്ത സ്വാഹ സ്വാഹ സ്വാഹ. ഇപ്പോൾ ഭക്ഷണം, പിന്നെ വിശ്രമം, നാളെ ഹോമം. വിശ്രമ മണ്ഡപം എവിടേന്ന്? അവിടേന്ന്. ഇദ്ദേഹത്തെ അവിടേക്ക് ആനയിക്കൂ. ശിക്ഷയാ, നീ എവിടെ പോകുന്നു? ഇവിടെ വരൂ. അങ്ങ് ആരാണ്? എന്താ പേര്? നാം ചതുർഗുണശാസ്ത്രികൾ എന്നറിയപ്പെടും. മഹാമാന്ത്രികന്മാർക്കും താന്ത്രികന്മാർക്കും ഭീഷണി. കായംകുളം കൊച്ചുണ്ണി, കള്ളിയങ്കാട്ട് നീലി, കൂത്താട്ടുകുളം മീനാക്ഷി, കാഞ്ഞിരപ്പള്ളി കാമാക്ഷി എന്നീ യക്ഷികൾക്കൊരു പേടി സ്വപ്നം. ചും ചും പ്ലം പ്ലം സ്യാ. ഓ, അതേതാണോ ഇനം? അപ്പൊ അകത്തേക്ക് പോയ അവതാരം അങ്ങയുടെ ശിഷ്യനായിരിക്കുമല്ലേ? അതെ, ഈ ചതുർഗുണശാസ്ത്രികളുടെ ശിക്ഷഗണങ്ങളിൽ ഒരാൾ മാത്രം. ഞാൻ അയാളെ പ്രാക്ടീസിന് കൂട്ടിയതാ. എനിക്ക് പകരം കർമ്മങ്ങളെല്ലാം അയാൾ തന്നെ ചെയ്യും. ഭയങ്കരം. അങ്ങൊരാചാര്യൻ തന്നെയല്ലേ? സംശയം എന്ത് ശിക്ഷയാ? നാം ഒരു കോളേജ് ആരംഭിക്കാൻ പോകുന്നു. മന്ത്രതന്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, നെടുങ്കുരിശിമംഗലം. പ്രിൻസിപ്പാൾ ഈ ശാസ്ത്രികൾ തന്നെ. അഡ്മിഷൻ വനിതകൾക്ക് മാത്രം. അതെന്താ വനിതകൾക്ക് മാത്രം? അവർക്കാകുമ്പോൾ മന്ത്രം മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. തന്ത്രം അവർ നമ്മളെ പഠിപ്പിക്കും. അങ്ങയുടെ പാരമ്പര്യം നിലനിർത്താൻ മക്കൾ ആരുമില്ലേ? ഉണ്ടല്ലോ, 4 പേരിലായി 4 ഗുണങ്ങളോട് കൂടി 4 മക്കൾ. അതുകൊണ്ടാണ് ശാസ്ത്രികൾക്ക് മുമ്പിൽ നാട്ടുകാർ ചതുർഗുണ എന്ന് കൂടി ചേർത്തത്. അവരാരൊക്കെയാണെന്നറിയാൻ അടിയൻ ആഗ്രഹമുണ്ട്. പറയാം. 1-മൻ ധൂമചൂടൻ, 2-മൻ ചൂർണചൂടൻ, 3-മൻ സോമചൂടൻ, 4-മൻ ഖാമചൂടൻ. ഇത്ര വലിയ മഹാമാന്ത്രികനായ അങ്ങേക്ക് ഉണ്ടായത് മുഴുവൻ ചൂടന്മാരായി പോയല്ലോ കർത്താവേ. ചും ചും പ്ലം പ്ലം സ്യാ. നാം പറയുന്നതനുസരിക്കുക. ഇങ്ങോട്ട് ചോദ്യം വേണ്ട. ഉത്തരവ്. ഇത് ഹോമദ്രവ്യങ്ങളുടെ ലിസ്റ്റാണ്. ഇവയെല്ലാം അടുത്ത സൂര്യോദയത്തിന് മുമ്പ് എത്തിക്കണം. ഒന്ന് വായിക്കൂ. വായു, ഒരു പാത്രം, ധൂമ ദ്രാവകം, ഒരു ഇവിടെ തരൂ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വായുരപത്രം, പിന്നെ ധൂമദ്രവ്യം 3 കഴഞ്ച്, ചവനനീര്, തുളസി നീര് ഇവ സമം 6 ഔൺസ്, ചന്ദനമുട്ടി 1 കണ്ടി, കുന്തിരിക്കം, കണ്ടിവെണ്ണ, 4 പാമരം, കരിമരുതിൻ തൊണ്ട് ഇവയൊക്കെ കാശുള്ളതുപോലെ. ചാരായം കഞ്ചാവ് ആവശ്യത്തിന്, പിന്നെ 1 കെട്ട് ബീഡിയും. ബീഡിയോ? അതാർക്കാ? ചും 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 പ്ലം പ്ലം സ്യാ. ഓ, മറന്നു. ചോദ്യം വേണ്ടല്ലോ. ഞാൻ പോട്ടെ. അങ്ങനെയാകാം. നിൽക്കൂ. ഹോമം തുടങ്ങിയാൽ സ്ത്രീകളുടെ സാന്നിധ്യം ഇവിടെ പാടില്ല. ഉവ്. ഞാനും ചേന്നനും മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. ശാസ്ത്രി ഒക്കെ പറഞ്ഞിട്ടില്ലേ? ഹോമദ്രവ്യങ്ങൾ സസൂക്ഷ്മം പരിശോധിക്കണം. പരിശോധിക്കണം. ഉവ്. ഹോമകുണ്ടത്തിനുള്ള കളമൊരുക്കാൻ വൈകേണ്ട. ഉവ്. പോയിക്കൊള്ളുക. എടോ ശാസ്ത്രി, കഴിയുന്നതും വേഗം കൃത്യം നിർവഹിച്ച് മുങ്ങണം. ഹോമം തുടങ്ങുമ്പോൾ കളത്തിലിരിക്കാൻ ഇന്നാച്ചനുണ്ടാവരുത്. അതിനു മുമ്പേ അവന്റെ കഥ കഴിക്കണം. ശത്രുക്കൾ ഇവിടെയും ചുറ്റുന്നുണ്ട്. വളരെ സൂക്ഷിച്ചു വേണം നീങ്ങാൻ. അത് പിന്നെ പ്രത്യേകം പറയണോ പെരുമാളെ? തുടക്കം മോശമായില്ലല്ലോ.
പട്ടാളക്കാരൻ ജെയിംസ് കുട്ടി സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് തെറിച്ചു വീണ് മരിച്ചത് എത്ര സ്വാഭാവികമായിട്ടാണ്, ആർക്കും ഒരു സംശയവുമില്ലാതെ. പക്ഷേ ഇവിടെ ആരും അതറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അതെ അതെ, അതിന്റെ ദുഃഖം ഇവിടെ ആരുടെയും മുഖത്ത് കാണുന്നില്ല. എന്തോ പന്തികേടുണ്ട്. ആ വരട്ടെ. അതെ പെരുമാളെ, എനിക്കൊരു സംശയം. എന്ത് സംശയം? അത് പിന്നെ സംശയം മാത്രം. ഈ കുടുംബത്തോട് എനിക്കുള്ള ശത്രുതയുടെ കാര്യമല്ലേ തനിക്കറിയേണ്ടത്? ശാസ്ത്രി, നമ്മളിവിടെ വന്നിരിക്കുന്നത് വെറുതെ കോഞ്ഞാട്ട കളിക്കാനല്ല. ലക്ഷ്യമുണ്ട്, വ്യക്തമായ ലക്ഷ്യം. 25 വർഷം മുമ്പ് പൂന്തറ പള്ളിക്ക് പിന്നിലെ ഒരു ചാളക്കുള്ളിൽ ഒരു യുവാവ് അന്തിയുറങ്ങാൻ വരുമായിരുന്നു. അവന്റെ പേര് മണി. ആ ചെറുപ്പക്കാരൻ മാണിക്യമംഗലത്ത് ഇന്നാച്ചൻ മുതലാളിയുടെ മനസ്സ് സൂക്ഷിപ്പുകാരൻ കൂടിയായിരുന്നു. അപ്പന്റെ കിരാതവാഴ്ച കൊണ്ട് ഭ്രാന്തിയായി തീരേണ്ടി വന്ന അവന്റെ അമ്മ, 6 മാസം വീട്ടിലുണ്ടെങ്കിൽ 6 വർഷം ജയിലിൽ കഴിയുന്ന അവന്റെ പുന്നാര അപ്പച്ചൻ, മണിയുടെ ഒരേയൊരു പെങ്ങൾ ത്രേസ്യക്കുട്ടി. അവർക്ക് വേണ്ടി രക്തം വെള്ളമാക്കുകയായിരുന്നു മണി. പ്രലോഭനങ്ങൾ കൊണ്ട് ഇന്നാച്ചൻ മുതലാളി മണിയെന്ന മനുഷ്യനെ ചെകുത്താനാക്കി മാറ്റി. അന്ന് ആ ശപിക്കപ്പെട്ട രാത്രിയിൽ അച്ഛൻ എന്തുകൊണ്ട് എന്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല? ദാ എനിക്കൊരു കുടുംബമുണ്ട്. ആളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഞാൻ എന്തു പറയാൻ? എട്ടും പൊട്ടും തിരിയാത്ത ആ പാവം പെണ്ണിനെ ഇന്നാച്ചൻ പിഴപ്പിച്ച് ഗർഭിണിയാക്കിയ തെറ്റിനെ എങ്ങനെയാ പരിഹാരം ചെയ്യുക? അച്ഛാ, ഞാൻ എത്ര പണം വേണമെങ്കിലും കൊടുക്കാം. എന്നെ അപമാനിക്കരുതെന്ന് മാത്രം. ഞാനായിട്ട് ഇന്നച്ചനെ ദ്രോഹിക്കില്ല. കർത്താവിന്റെ മുൻപിൽ ഇന്നാച്ചൻ ഇതിനെങ്ങനെ കണക്ക് പറയും? എങ്ങനെയായാലും എന്നെ രക്ഷിക്കാൻ അച്ഛനേ കഴിയൂ. ഞാൻ കർത്താവിന്റെ നിയമം തെറ്റിക്കണമെന്നാണോ ഇന്നാച്ച? താൻ കർത്താവിനോട് തെറ്റിയേറ്റ് പറയുക, എന്നിട്ട് ഗർഭിണിയായ മേരിക്കുട്ടിയെ സംരക്ഷിക്കുക. അല്ലാതെ അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ ഇന്നാച്ചന്റെ സമ്പത്ത് കാണിച്ച് സന്തോഷിപ്പിക്കാനാവില്ല. ഓഹോ, അപ്പോൾ അച്ഛൻ അവളുടെ ഭാഗത്താണല്ലേ? എനിക്കാരുടെയും ഭാഗം പറയേണ്ട കാര്യമില്ല. ഞാൻ കർത്താവിന്റെ ദാസനാണ്. എങ്കിൽ ഇന്നച്ചന്റെ വഴി ഇന്നച്ചൻ കണ്ടെത്തും. അങ്ങനെയാകാം. എനിക്കൊന്ന് കിടക്കണം. നന്നായിട്ട് ആലോചിക്ക്. ആ പാവം പെണ്ണിന്റെ ശാപം തലയിൽ പേറാതിരുന്നാൽ ഇന്നാച്ചനും ഇന്നാച്ചന്റെ സന്തതി പരമ്പരകൾക്കും നന്ന്. അരമണിക്കൂറായി, മുതലാളി ഒന്നും പറഞ്ഞില്ല. ആ, നിന്റെ പെങ്ങടെ കല്യാണക്കാര്യം എന്തായടാ? ഈ നട്ടപ്പാതിരക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അത് നടക്കും. അവർ ചോദിക്കുന്ന പണം കൊടുത്താൽ. പണം എത്ര വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ നീ ഞാൻ പറയും പോലെ ചെയ്യണം. മുതലാളി പറഞ്ഞത് എന്നാ ഞാൻ ചെയ്യാത്തത്? നീ സൈമണച്ചന്റെ ഒരു കുപ്പായം തട്ടിയെടുക്കണം. എന്നിട്ട് ബാക്കി പിന്നെ പറഞ്ഞുതരാം. എനിക്ക് പണം വേണം മുതലാളി. എനിക്കെന്റെ ത്രേസ്യക്കുട്ടിയെ ഈ നരകത്തിന് രക്ഷിക്കണം. ഏറ്റടാ മോനെ, നിനക്ക് ഞാനില്ലേ? ചെല്ല്, ഇന്ന് രാത്രി തന്നെ. അന്ന് ഞാൻ അവന് വേണ്ടി ആ ഹീനകൃത്യം ചെയ്തു. വിറക്കുന്ന കൈകളോടെ അന്ന് ഞാനത് ചെയ്തെങ്കിൽ അറക്കാത്ത മനസ്സോടെ വീണ്ടും ഞാനത് ചെയ്യും. ജീവിച്ചിരിപ്പുണ്ട് ഭ്രാന്തനെങ്കിലും എന്റെ ശത്രു. എനിക്ക് തന്ന വാക്ക് പാലിക്കാതെ, തെളിവ് അവശേഷിപ്പിക്കാതെ ആ മൃഗം എന്നെ മദ്രാസിൽ ഭ്രാന്തന്മാരുടെ ഇടയിലേക്ക് തള്ളി. ഇന്നവന് ജീവനുണ്ട്, അതെനിക്ക് വേണം. അവനെയും ഈ തറവാടും ഞാൻ ഭസ്മമാക്കും. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം. ശാസ്ത്രി, കരുതിയിരിക്കണം. ഏറ്റു പെരുമാളെ, കൊടുകൈ. വെൽ ഡൺ മിസ്റ്റർ മണികണ്ഠ പെരുമാൾ. സക്കറിയ. യെസ്, സക്കറിയ, ജോൺ സക്കറിയ ഫ്രം ഡൽഹി. നീ ഇവിടെയും? അതെ, സക്കറിയ ഇവിടെയും അവിടെയും എവിടെയും ഉണ്ടാകും. ഇപ്പോൾ നിന്റെ ചലനങ്ങൾക്കൊത്ത് നിന്റെ കാൽച്ചുവട്ടിലും. സക്കറിയ, നീ എങ്ങനെ ഇവിടെ എത്തി? എന്താ നിന്റെ ലക്ഷ്യം? പൂന്തുറക്കാരൻ മണി മണികണ്ഠ പെരുമാളായി തീർന്ന കഥ ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ അവതാരമെടുത്തവനാണ് ഈ സക്കറിയ. ഇവിടെ ഇപ്പോൾ
ഏതോ ഒരു ഗോപീകൃഷ്ണനാണ് ഞാൻ. നീ കൃഷ്ണനായി വന്നാലും ക്രിസ്തുവായി വന്നാലും പെരുമാളിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അറിയാം, നീ വല്ലാതെ വളർന്നിരിക്കുന്നു. പക്ഷെ പെരുമാളെ, നിന്റെ ഈ പുതിയ വേഷമുണ്ടല്ലോ, അത് തന്നെയാകും നിന്റെ അവസാന വിധിയും നടപ്പാക്കുക. തെളിവുകളുടെ ഒരു പൊടി പോലും അവശേഷിപ്പിക്കാതെ നിയമത്തിന്റെ എല്ലാ പഴുതുകളും കറൻസികൾ കൊണ്ട് മറച്ചു ലക്ഷ്യം നേടുന്ന പെരുമാളിന് സക്കറി എന്ന പയ്യൻ ഒരു പ്രശ്നമേ അല്ലടോ കൊച്ചനെ. അറിയാഞ്ഞിട്ടല്ലടോ, പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നീ ചെയ്ത കൊടും ചതിയുടെ രുചി അനുഭവിച്ചവരുടെ ശാപത്തിന്റെ കറുത്ത നിഴലുകൾ നിന്നെ നിന്റെ ധാർഷ്ട്യത്തിന്റെ കവചത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരും. ആ നിഴലുകളെപ്പോലും വായുവിൽ ലയിപ്പിച്ച പെരുമാൾ മടങ്ങും. ഇനി നിന്നോടൊന്നും വിളിക്കേണ്ടല്ലോ. ദുരൂഹതകൾ ഉറങ്ങുന്ന ഈ തറവാട് ഇടിച്ചു നിരത്തി അതിന്മേൽ ഒരു പടുവാഴ കൂടി നട്ടിട്ടേ ഈ പൂന്തുറപ്പള്ളി കുഴിവെട്ടുകാരൻ മണി മടങ്ങൂ. കഷ്ടം! മതിയായില്ലേ, മതിയായില്ലേ നിനക്ക്? ഒരിക്കൽ ആ നല്ല ഇടയന്റെ സഹതാപത്തെ ചൂഷണം ചെയ്ത് ആശ്രിതനായ നായയുടെ വേഷം കെട്ടി സൈമണച്ചന്റെ മുറിയുടെ മൂലയിൽ ചുരുണ്ടുകൂടിയവൻ, ഇന്നാച്ച മുതലാളിയുടെ നക്കാപ്പിച്ച വാങ്ങി സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ നല്ല പുരോഹിതന്റെ മുറിയിൽ വെച്ച് ഒരു സ്ത്രീയുടെ നെഞ്ച് കുത്തിപ്പിളർന്നപ്പോ നിനക്കറിയുമായിരുന്നോ ആ നല്ല മനുഷ്യനോടൊപ്പം ഒരുപാട് പേർ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുകയായിരുന്നു എന്ന്? ഇനിയും നിന്റെ ചോരക്കുതി അവസാനിച്ചിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല, കുറ്റബോധം തോന്നാൻ മനസാക്ഷി എന്നൊരു സാധനം ഇന്നെനിക്കില്ല. ഉണ്ടായിരുന്നത് ഇന്നാച്ചൻ മുതലാളി എന്നേ വിലക്ക് വാങ്ങി തെളിവ് നശിപ്പിക്കാൻ എന്നെ ഭ്രാന്തനാക്കി സെല്ലിലടച്ചപ്പോൾ, വിഷനായ്ക്കളുടെ മുമ്പിലേക്ക് എന്റെ പെങ്ങൾ ത്രേസിക്കുട്ടി വലിച്ചെറിയപ്പെട്ടപ്പോൾ എനിക്ക് ഭ്രാന്തില്ലായിരുന്നു എന്ന് വിലപിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയുമായിരുന്നില്ല. എന്നെയും എന്റെ കുടുംബത്തെയും ഇങ്ങനെയാക്കി തീർത്തത് വിധിയാണെങ്കിൽ ആ വിധി തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചതും. സക്കറിയ, എന്റെ വഴിയിൽ നീ ഇനിയും ഒരു തടസ്സമാകരുത്. നിനക്ക് നൊന്തു അല്ലേ? നിന്റെ അമ്മയും സഹോദരിയും നിനക്ക് ദൗർബല്യമായിരുന്നുവെങ്കിൽ നിന്റെ കൊടും ക്രൂരതയ്ക്കിരയായി തീർന്ന ഫാദർ സൈമണും ഉണ്ടായിരുന്നടോ. അമ്മയും സഹോദരങ്ങളും തകർന്നടിഞ്ഞ അവരുടെ മാനവും ജീവിതവും ഒരു കൊച്ചുകുട്ടിയെ പോലും അഭിമുഖീകരിക്കാനാവാതെ മറഞ്ഞിരിക്കുകയാണ് ആ വന്ധ്യവയോധികൻ. അപ്പച്ചൻ ചെയ്ത കുറ്റത്തിന് ഒന്നും അറിയാത്ത ആനിമോളെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ പാവം വല്യമ്മച്ചിയെയും നീ നശിപ്പിക്കുന്നു. ഒരു നോക്കു കാണാൻ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന ആ വൃദ്ധ മാതാവിന് പാവം ജെയിംസ് കുട്ടിയുടെ ശരീരമെങ്കിലും ഒരു നോക്ക് കാണിക്കാതെ നീ ചെയ്ത പാതകം. പ്രിയപ്പെട്ട ആനിമോൾക്ക്, മോൾക്ക് ഇച്ചായനോട് വെറുപ്പായിരിക്കുമെന്നറിയാം. ഇച്ചായൻ ഒരു തരത്തിൽ ഒളിച്ചോടുക തന്നെ ആയിരുന്നു. വല്യമ്മച്ചിക്കും ആനിമോൾക്കും തെല്ലെങ്കിലും ആശ്വാസം നൽകേണ്ട ഞാൻ സ്വന്തം കാര്യം നോക്കി നാടുകൂടുകയായിരുന്നു. ഭ്രാന്ത് പിടിച്ചേക്കുമെന്ന അവസ്ഥയിലാണ് ഞാൻ നാടുവിട്ടത്. ഒടുവിൽ പട്ടാളത്തിൽ ചേർന്നു. വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാം കാണാൻ വേണ്ടി നാട്ടിലേക്ക് വരുമ്പോൾ അപ്പച്ചൻ്റെ വലം കൈയായിരുന്ന കുഴിവെട്ടുകാരൻ മണിയെ പുതിയ വേഷത്തിൽ ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടി. ഓടുന്ന വണ്ടിയിൽ വെച്ച് അവൻ എന്നെ തള്ളി താഴെയിട്ടു. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കാലിൻ്റെ എല്ല് പൊട്ടിയതിനാൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഈ കത്തുമായി വരുന്ന സക്കറിയ എല്ലാ വിവരങ്ങളും പറയും. ഞാൻ അധികം വൈകാതെ നാട്ടിൽ വരാം. വല്യമ്മച്ചിയെ നീ ആശ്വസിപ്പിക്കണം. സ്വന്തം ജെയിംസ് അച്ചായൻ. പെരുമാളെ, എന്റെ ആനിമോളിന് സംസാരിക്കില്ലേ? അവൾക്ക് എന്താ പറ്റിയത്? കഷ്ടകാലം, കഷ്ടകാലം. ആനി സംസാരിക്കണമെങ്കിൽ ചില തടസ്സങ്ങൾ നീങ്ങണം. എന്താ അത്? വിശ്വാസമില്ലാത്തവരുടെ സാന്നിധ്യം കൊണ്ട് മൂർത്തി പ്രസാദിക്കാൻ മടിക്കുന്നു. എന്താ പെരുമാളെ പ്രതിവിധി? ആ ഗോപീകൃഷ്ണൻ ഇവിടെ നിന്ന് മാറ്റണം. എന്റെ ഉപാസനാമൂർത്തിക്ക് അയാൾ അപ്രിയൻ. നീചകുലത്തിൽ പിറന്ന അയാളെ ഇവിടെ നിന്നും മാറ്റണം. അയ്യോ, ഗോപിക്കുട്ടൻ നമുക്ക് വേണ്ടപ്പെട്ട ആളാ. അല്ല, അയാൾ ഒരു ഘാതകനാണ്. ഈ വീട്ടിലെ ഒരു ഉണ്ണിയെ അയാൾ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുന്നു. എന്റെ കർത്താവേ,
എന്റെ ജെയിംസ് കുട്ടി. ചോദിക്ക്, ജെയിംസ് കുട്ടിയെ അയാൾ എന്തു ചെയ്തെന്ന്. ഈ വാർത്ത അറിഞ്ഞ നിമിഷം മുതലാണ് ആനി രോഗിയായത്. ആനിന് ശബ്ദിക്കണമെങ്കിൽ ഗോപികൃഷ്ണനെ ഇല്ലാതാക്കണം. ഇപ്പോൾ അയാളോട് അനിഷ്ടമൊന്നും കാണിക്കേണ്ട. ഇവിടെ കടന്നുകൂടാൻ വേണ്ടി ജെയിംസ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുകയാണ്. ഏതോ പൂർവ്വ വൈരാഗ്യം തീർക്കാൻ കൊച്ചു മുതലാളിയെ കൊല്ലാൻ വന്ന കാലനാണവൻ. ഇല്ല, വിടില്ല ഞാനവനെ. പെരുമാളെ, എന്ത് വേണമെന്ന് പറ. ഓരോ നഷ്ടങ്ങൾ വരുമ്പോഴും കൂടുതൽ കരുത്ത് കാട്ടി പിടിച്ചു നിന്നവളാണ് ഈ കുഞ്ഞു റോദ. ഇനിയും ഒരു നഷ്ടം ഉണ്ടാകുന്നതിന് മുൻപ് അവസാനിപ്പിക്കും ഞാനവനെ. അരുതമ്മച്ചി, നല്ല അവസരങ്ങൾ അമ്മച്ചിക്ക് ഇനിയും ലഭിക്കും. അപ്പോൾ ഞാൻ പറയും പോലെ ചെയ്താൽ മതി. ചെന്ന് വിശ്രമിക്കും. ജെയിംസ് കുട്ടിക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. ആ ചേന്നാ, ഇങ്ങ് വരൂ. ചേന്നാ, എല്ലാം തീർന്നില്ലടാ, എല്ലാം തീർന്നില്ലേ? ആ ചെല്ല്. ഞാനില്ലേ ഇവിടെ. അമ്മച്ചി, ചെന്ന് വിശ്രമിക്ക്. ചേന്നാ, ഞാൻ പറയുന്നു ശ്രദ്ധിച്ചു കേൾക്കണം. ഈ കുടുംബത്തെ ഏതോ ശാപം ഗ്രസിച്ചിരിക്കുന്നു. നാം അത് മനസ്സിലാക്കുന്നു. നമ്മുടെ വരവ് നല്ല മുഹൂർത്തത്തിലാണ്. ആ ഗോപീകൃഷ്ണൻ ഇവിടെ എത്തിയിരിക്കുന്നത് പ്രതികാരം ചെയ്യാനാണ്. ആദ്യം അവൻ ജെയിംസിനെ കൊന്നു, ആനിമോളെ ഊമയാക്കി. അവൻ ഇവിടം നശിപ്പിച്ചു പോകാൻ തക്ക ശക്തനാണ്. ജെയിംസ് മരിച്ചു എന്ന വിവരം ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല പെരുമാളെ, ഏനിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏൻ വിശ്വസിക്കില്ല. എന്റെ ജെയിംസ് കുഞ്ഞ് മരിക്കില്ല. ഇനി അത് സത്യമാണെങ്കിൽ കുത്തി മലർത്തും ഞാൻ അവനെ. സമയമാകട്ടെ, നാളെ അമാവാസിയാണ്. ഗോപീകൃഷ്ണൻ നിന്റെ കൊച്ചമ്പ്രാനെ കൊല്ലാൻ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം. അത് നടക്കരുത്. അതിനു മുമ്പ് അവൻ അനന്തമായ ഉറക്കത്തിലേക്ക് നമുക്ക് പറഞ്ഞേക്കണം. പേടിയുണ്ടോ ചേന്നനെ? ഇല്ല ഇല്ല, ഞാൻ എന്തും ചെയ്യും. എങ്കിൽ ഈ കുപ്പി കയ്യിൽ വെച്ചോളൂ. പേപ്പട്ടിയുടെ സ്വഭാവം കാണിക്കുന്ന അതിഭയങ്കര വിഷമാണിത്. ഇതകത്ത് ചെന്നാൽ 48 മണിക്കൂറിനകം അവൻ പേയിളയില്ലാതാകും. ഇത് ചേന്നൻ അനുനയത്തിൽ അവന് കൊടുക്കണം. ഈ തറവാടിന്റെ യശസ് നിലനിർത്താൻ എന്നെപ്പോലെ ചേന്നനും കടമയുണ്ട്, ഇല്ലേ? ഉണ്ട് ഉണ്ട്, ഏന് കടമയുണ്ട്. എങ്കിൽ ചെല്ല്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. കൊച്ചാപ്പി. ആ, ഗോപി സാറോ? വല്യമ്മച്ചി എവിടെയോ കൊച്ചാപ്പി? അകത്തുണ്ട്. ക്ഷീണമാന്നും പറഞ്ഞ് കിടപ്പാ. ആനിക്ക് എങ്ങനെയുണ്ട്? എന്ത് പറയാനാ സാറേ, ഒന്നും മിണ്ടുന്നില്ല. ഇത് കഷ്ടമാണ്. ആനിക്ക് വിദഗ്ധ ചികിത്സ കിട്ടണം. അല്ലാതെ മന്ത്രവാദവും തൈലവും കൊണ്ടിരുന്ന ആ കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടും. സാറ് പറഞ്ഞതാ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒന്നും വിലപ്പോവില്ല. അപ്പന ഒറ്റ ഒരുത്തനാ അമ്മച്ചിയുടെ തലച്ചോറ് ഇങ്ങനെ മാറ്റിമറിക്കണത്. എനിക്കിത് സഹിക്കാവുന്നതിലപ്പുറമാണ്. എനിക്ക് അവളെ ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയില്ല. എന്തു വന്നാലും ഞാൻ ആനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവൾ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണം. അതിന് ആനി നിന്റെ ആരാ? അമ്മച്ചി. ആരാടാ നിന്റെ അമ്മച്ചി? ആനി എന്റെ കുഞ്ഞാ. അവളെ രക്ഷിക്കണോ ചികിത്സിക്കണോ എന്ന് തീരുമാനിക്കാൻ ഞാൻ ഇവിടെയുണ്ട്. മാണിക്യമംഗലം കുഞ്ഞറോത ഇള്ള കുട്ടിയാണെന്ന് കരുതിയോടാ നീ? ഈ ഒറോതയുടെ മനക്കരുത്തിന് മുമ്പില് നിന്റെ കൈക്കരുത്ത് പോരടാ, പോരാ. വല്യമ്മച്ചി, നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? എന്നെ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം നിങ്ങളൊക്കെ മാറിപ്പോയിരിക്കുന്നു. അതേടാ, ഈ വല്യമ്മച്ചി സംഹാരയുദ്രിയാകുന്നതിന് മുൻപ് പോ എന്റെ മുമ്പിന്ന്. ഇല്ല, എനിക്കറിയണം. ഇതൊക്കെ എന്റെ വല്യമ്മച്ചിയെ കൊണ്ട് ആരോ പറയിപ്പിക്കുന്നതാ. എനിക്കതറിയണം. എങ്കിൽ എനിക്കൊരു സത്യം അറിയണം. നീ ആരാ? എന്റെ ജെയിംസ് കുട്ടിയെ ഒളിപ്പിച്ചു വെച്ചിട്ട് നീ എന്തിനാ ഇവിടെ കയറി കൂടിയിരിക്കണത്? കൊന്നു കളഞ്ഞോടാ നീ എന്റെ കുഞ്ഞിനെ. തകർത്ത് കളഞ്ഞല്ലോടാ നീ എന്റെ സ്വപ്നങ്ങളൊക്കെ. അമ്മച്ചി, എന്താ ഈ കാണിക്കുന്നേ? വാ, ഇങ്ങോട്ട് വരാ.
സാറേ, സാറ് റൂമിലോട്ട് പോയിക്കോ. സാറേ, ഗോപി സാറേ. ആര്? ചേന്നനോ? അല്ല, ഇതെന്താ കരിക്കും കൊണ്ട്? ആ, അതെ, എന്റെ വളപ്പില് ആദ്യമായി ഉണ്ടായ ഇളനീരാ. ഇത് സാറ് കുടിക്കണം. എന്റെ ഒരു സന്തോഷത്തിനാ. ഞാനൊരു കരിക്ക് കുടിക്കുന്നത് കൊണ്ട് ചേന്നന് സന്തോഷമാകുമെങ്കിൽ അതൊരു വലിയ കാര്യല്ലേ? തന്നേക്ക്. സാറിന് കുടിച്ചിട്ട് തൊണ്ട് ആ കായലിലോട്ട് ഇട്ടാ മതി. എന്നാ എന്നങ്ങോട്ട് പോവുക. പാവ മനുഷ്യൻ, ജന്മിത്വവും അടിയാളത്വവും പുണ്യമായി സൂക്ഷിക്കുന്ന 21-ാം നൂറ്റാണ്ടിന്റെ വക്താവ്. സാറേ, ഗോപി സാറേ. എന്താ കൊച്ചാപ്പി? അമ്മച്ചിക്ക് എന്തോ ഒരു വിഷമം. സാർ ഒന്ന് വന്നേ. എന്തു പറ്റി? കരിക്കോ? കൊള്ളാം, ബെസ്റ്റ്. ഈ വാറ്റി കരിക്കലൊഴിച്ചടിച്ചാൽ ബഹു രസമായിരിക്കും. ശാസ്ത്രിയുടെ ടൈം ബെസ്റ്റ് ടൈം. ഇനി ഇവനെ അടിച്ചാൽ പരമാനന്ദ രസമാ. അല്ലെങ്കിൽ വേണ്ട, ഇത് പെരുമാൾ കുടിക്കട്ടെ. പെരുമാളെ, പെരുമാളെ. ശാസ്ത്രി എവിടെയായിരുന്നു ഇതുവരെ? ഇതങ്ങ് കുടി. ഉഗ്രൻ സാധനമാ. കരിക്ക് മിക്സ് ചെയ്തതാ. അടിച്ചോ, അടിച്ചോ. കരിക്ക് ഉഗ്രൻ. ആ ശാസ്ത്രി, ഇനി മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. നാളെ പ്രഭാതത്തിൽ നടക്കേണ്ട ഹോമത്തിന് ഇന്നാച്ചനുണ്ടാവരുത്. ഇന്ന് രാത്രി ആരും അറിയാതെ അവന്റെ കഥ ഞാൻ കഴിക്കും. ശാസ്ത്രി പട്ടണത്തിലേക്ക് പോയിക്കൊള്ളുക. ഞാൻ പിന്നാലെ വരും. രാത്രിയുടെ 3-ാം യാമത്തിൽ നാം വീണ്ടും കണ്ടുമുട്ടും. കൊണ്ടുവാ ഇന്നാച്ചനെ, കൊണ്ടുവാ ഇന്നാച്ചനെ, കൊണ്ടുവാ. സൈമണച്ചൻ, നിനക്കോർമ്മയുണ്ടല്ലേ? ദിവസം ഒരുരുളയെങ്കിലും നിന്റെ വായിൽ തരാതെ ഉറങ്ങാൻ കഴിയാതെ നീ വരുന്നത് വരെ നിന്നെ കാത്തിരിക്കാറുണ്ടായിരുന്ന സൈമണച്ചൻ. നിനക്കാരെയാ ഇനി വേണ്ടത്? നിന്നേക്കാൾ ഇരുണ്ട മനസ്സുള്ള ഇന്നാച്ചനെയോ? എന്ത് ചെയ്യാം, അവനിതൊന്നും അറിയുന്നില്ലല്ലോ. ഇനി നിനക്കാരോടെങ്കിലും പ്രതികാരം ചെയ്യാനുണ്ടെങ്കിൽ അതെന്നോട് തന്നെ ആവട്ടെ മകനെ, എന്നോട് തന്നെ ആവട്ടെ. അരുത്, അരുത്, ആരും അടുക്കരുത്. അയാൾക്ക് പേ പിടിച്ചു. എന്റെ മോളെ, അച്ഛോ, എനിക്ക് എന്റെ മോളെ. ആനി മോള് സംസാരിച്ചു. ആനിക്കുഞ്ഞേ. വല്യമ്മച്ചി, ഇനി ആനി പറയും, ഇനി ആനി പറയും എന്താണ് ഉണ്ടായതെന്ന്. പറയൂ ആനി, പറയൂ. എന്റെ നിരപരാധിത്വത്തിന് നീ മാത്രമേ സാക്ഷിയുള്ളൂ. വല്യമ്മച്ചി, ഗോപിയേട്ടനല്ല, ആ മന്ത്രവാദിയാ ജെയിംസ് ചായനെ. മോളെ, എന്റെ ജെയിംസ് കുട്ടി. ഇല്ല, ഇല്ല വല്യമ്മച്ചി, ജെയിംസിന് നിങ്ങൾ ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവധിക്ക് നാട്ടിലേക്ക് വരികയായിരുന്നു ഞാനും ജെയിംസും. കമ്പാർട്ട്മെന്റിന്റെ വാതിക്കൽ നിന്ന് പുറത്തെ കാഴ്ചകൾ കണ്ടു നിന്ന ജെയിംസിനെ മണികണ്ഠ പെരുമാൾ പുറത്തേക്ക് തള്ളിയിടുന്നത് കണ്ട എനിക്ക് ചങ്ങല വലിച്ച് ചാടിയിറങ്ങി ജെയിംസിനെ രക്ഷിക്കാൻ കഴിഞ്ഞു. കാലിന്റെ അസ്ഥികൾ തകർന്നുപോയ ജെയിംസ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ സുഖം പ്രാപിച്ചു വരികയാണ്. എന്റെ കർത്താവേ, മോനെ ഗോപിക്കുട്ട, ഈ വല്യമ്മച്ചിയോട് ക്ഷമിക്കട. ഒറോദേ, ഇത് ഗോപീകൃഷ്ണനല്ല, സക്കറിയയാ. ജോൺ സക്കറിയ, എന്റെ അനുജന്റെ മോന. ഇവൻ വന്നത് ഈ കുടുംബം തകർക്കാനല്ല, മാണിക്യമംഗലം തറവാടിന് കാവലായി ദൈവമയച്ച ദൂതനാണിവൻ. പ്രകാശത്തിൽ നിന്ന് മുഖം തിരിച്ച് തമസിനെ പുണർന്നു കഴിഞ്ഞിരുന്ന ഈ കിഴവന്റെ തപസ്സുണർത്താൻ വന്ന ദേവദൂതനായവൻ. സാറേ,
പൊറുക്കണം. ഈ ചേന്നനോട് പൊറുക്കണം. എന്താ ചേന്ന ഇത്? അന്ന് ഞാൻ സാറിന് തന്ന കരിക്കല് കൊടും വിഷായിരുന്നു. പെരുമാള് തന്ന പേവിഷം. എന്റെ ജെയിംസ് കുഞ്ഞിനെ സാറ് കൊന്നു ആ പെരുമാള് പറഞ്ഞപ്പോ ഞാൻ അതിന് സമ്മതിച്ചു പോയി സാറേ. പെരുമാള് തന്ന ആ വിഷം എങ്ങനെയോ അയാള് തന്നെ കഴിച്ചു. പൊറുക്കണം സാറേ, എന്നോട് പൊറുക്കണം. സാരമില്ല ചേന. മോളെ, എന്തൊക്കെയാ ഞാനീ കേൾക്കുന്നത്? അരുത് വല്യമ്മച്ചി, തളരരുത്. ഇനി വല്യമ്മച്ചി എല്ലാം അറിയണം. വർഷങ്ങൾക്ക് മുൻപ് പൂന്തറക്കരയിലെ മേരിക്കുട്ടിയെ കുഴിവെട്ടുകാരൻ മണിയെ കൂട്ടുപിടിച്ച് അതിദാരുണമായി കൊലപ്പെടുത്തിയത് അമ്മച്ചിയുടെ പുന്നാര മകനാ, എന്റെ അപ്പച്ചൻ. എന്റെ കർത്താവേ! അതെ വല്യമ്മച്ചി, നിരപരാധിയായ ഈ ഫാദർ സൈമണെ കുറ്റവാളിയാക്കി മുദ്ര കുത്തിയപ്പോ ആ ശാപം ഏറ്റുവാങ്ങുകയായിരുന്നു ഈ കുടുംബം. എന്റെ ഒടയ തമ്പുരാനെ, മേരിക്കുട്ടിയെ കൊല്ലിച്ചത് എന്റെ ഇന്നാച്ചനാണെന്നോ? അച്ചോ, എന്റെ മകൻ ചെയ്ത മഹാപരാധത്തിന് മാപ്പ് തരില്ലേ? എനിക്കാരോടും പരിഭവമില്ല. ചികിത്സയിൽ കഴിയുന്ന ഇന്നാച്ചന് എന്നെങ്കിലും സുബോധമുണ്ടായാൽ പറയണം. ഞാൻ അവനോട് എന്നീ ക്ഷമിച്ചു കഴിഞ്ഞു. എനിക്കൊരേ ഒരു ദുഃഖമേയുള്ളൂ. കർത്താവിന്റെ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട സ്വന്തം മകനെയോർത്ത് അഭിമാനം കൊണ്ട എന്റെ അമ്മച്ചി കൊലക്കുറ്റം ചുമത്തപ്പെട്ട് കയ്യാമണിഞ്ഞു നിന്ന ആ മകനെ കണ്ട് തളർന്നു വീണുപോയ എന്റെ പാവോ അമ്മച്ചി ഇന്നില്ല. ആ അമ്മച്ചിയുടെ മുമ്പിൽ നിരപരാധിയായി നിൽക്കാൻ ഈ ഉള്ളവന് ഭാഗ്യമുണ്ടായില്ല. സാരമില്ല. ഓരോതേ, എനിക്കൊരാഗ്രഹമുണ്ട്. സ്നേഹത്തിന്റെ ഈ പറുദീസായിൽ സ്വപ്നങ്ങളുടെ നറുതേൻ വിളയിക്കുന്ന ഇവരുടെ ഹൃദയം കാണാൻ കഴിയുമെങ്കിൽ ഈ സ്വപ്നഭൂമിയിൽ നിന്നും വിട പറയുന്നതിന് മുമ്പ് ഈ മാലാഖയെയും ഈ ദേവദൂതനെയും ഒന്നിപ്പിച്ച് ആശീർവദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്താ ഓരോതേ? അച്ഛോ, എനിക്കിപ്പം മക്കള് 3. സന്തോഷായി, എനിക്ക് സന്തോഷായി. എന്റെ ജെയിംസ് കുട്ടി ആശുപത്രിയിൽ നിന്ന് വന്നാലുടൻ അച്ഛൻ ഇവരെ ആശീർവദിക്കണം. അതുകൂടി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മരിച്ചില്ലേലും കുഴപ്പമില്ല. ദേവദൂതൻ ജോയ് പുതിയാപ്പറമ്പിൽ എഴുതിയ നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: കുഞ്ഞൊറോദ AV സരസ്വതി, ആനി KR സിന്ധു, ജെയിംസ് അശോകൻ കൊടോളിപ്രം, ഇന്നാച്ചൻ ചന്ദ്രാലയം നാരായണൻ, ഗോപികൃഷ്ണൻ ജോൺ സക്കറിയ, സുധി കല്യാശ്ശേരി, ഫാദർ സൈമൺ V ചന്ദ്രബാബു, മണികണ്ഠ പെരുമാൾ T പവിത്രൻ, ചതുർഗുണ ശാസ്ത്രികൾ ജോയ് വെമ്പുവ, ചേന്നൻ നലവടത്ത്, കൊച്ചാപ്പി സെബാസ്റ്റ്യൻ പച്ചാണി. സംവിധാനം V ചന്ദ്രബാബു.